പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചോറിനൊപ്പം കഴിക്കാൻ ഏറ്റവും സിമ്പിളായിട്ടൊരു അമരിക്ക തോരൻ ഉണ്ടാക്കിയാലോ, അതും ഒട്ടും തന്നെ കയ്പില്ലാതെ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഇത് ഞാനിവിടെ കുറച്ച് അമരിക്കയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് മെനക്കെട്ടിരുന്ന് തന്നെ അമരിക്ക കട്ട് ചെയ്യണം. കാരണം അതിൻ്റെ കട്ടിയുള്ള അരിക് ഭാഗമൊക്കെ ചെത്തിക്കളയണം ഒരു വശത്തത്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. ഞാനിപ്പം ചെറുതായിട്ട് ഇങ്ങനെ ചരിച്ചാണ് കട്ട് ചെയ്തേക്കുന്നത്, കാണാനൊരു ഭംഗി കാണും. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ കാൽഭാഗവും പിന്നെ കുറച്ച് ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇപ്പോഴേ ചേർത്ത് കൊടുക്കണേ. ഇനി നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അമരയ്ക്കയ്ക്ക് കുറച്ച് വേവുള്ളതാണ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് വേവിക്കുന്നത്. കുക്കറിലിടുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ വിസിലിന് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. സമയം ലാഭിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കാന്താരിയോ അല്ലെങ്കിൽ ഉണ്ടമുളകോ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പച്ചമുളക് എടുക്കുമ്പം നല്ല പഴുത്ത പച്ചമുളക് വേണം എടുക്കാൻ. കാരണം കളറൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. പച്ച കളറിലുള്ളത് ഇടുകയാണെന്നുണ്ടെങ്കിൽ വെന്ത് വരുമ്പം ഈ അമരക്കയുടെ കളറും പച്ചമുളകിൻ്റെ കളറും എല്ലാം ഏകദേശം ഒന്നുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഈ ഒരു പഴുത്ത മുളകാണെങ്കിൽ നമുക്കത് കാണാൻ തന്നെ പറ്റും, പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. ഇനിതേ നമുക്കൊന്നും കൂടെ അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലും ആ ബെല്ലൈക്കണും സബ്സ്ക്രൈബ് ബട്ടണൊക്കെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഈ ഒരു സമയം കൊണ്ട് ആ അമരക്കയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു കറിക്ക് അരയ്ക്കുകയും ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ചോറൊക്കെ കൊണ്ടുപോകാൻ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ചും പൊതിച്ചോറിൻ്റെ ഉള്ളിൽ വെക്കാനാണ് കേട്ടോ ഈ ഒരു കറിക്കൊരു അടിപൊളി ടേസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളറിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് ഉണക്ക തേങ്ങ എടുക്കരുത്, ഡ്രൈ ആയിട്ടുള്ള തേങ്ങ എടുക്കരുത്. ഇച്ചിരി നനവൊക്കെ ഉള്ള നല്ല പച്ച തേങ്ങ ഇട്ടാലേ ഒരു ടേസ്റ്റ് വരത്തുള്ളേ. വെന്ത് വന്ന അമരക്കയിലേക്ക് തേങ്ങയൊക്കെ ഇട്ടതിന് ശേഷം അതങ്ങ് മാറ്റി വെച്ചതിന് ശേഷം ഒരു കുഞ്ഞ് കൈച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂണോളം മുഴുവൻ ഉഴുന്നുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിളർപ്പ് ഉഴുന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ഉഴുന്ന് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരണം. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കും ഞാനിതിലേക്ക് ഒരു വറ്റൽമുളക് മുറിച്ചിട്ട് എടുത്തു, കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. വറ്റൽമുളക് ഇടുമ്പോൾ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. എങ്കിൽ മാത്രമേ മുളകിൻ്റെയും കറിവേപ്പിലയുടെയൊക്കെ നല്ല ഒരു റെഡിഷ് കളറും പച്ച കളറും എല്ലാം കാണാൻ പറ്റത്തുള്ളൂ. ഇനി ആ കറിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചേക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നിട്ട് നന്നായിട്ട് നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പം ഈ ഒരു സമയത്ത് ആ ഉഴുന്നുപരിപ്പിൻ്റെയൊക്കെ മണം ഫുള്ളായിട്ടും ആ ഒരു കറിയിലേക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറിയിലേക്ക് നമ്മൾ ഉണ്ടമുളക്, അതായത് നമ്മൾ മണമുള്ളൊരു മുളകുണ്ടല്ലോ മീനിലൊക്കെ ഇടുന്നത്, ആ മുളക് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ വേറൊരു നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു പഴുത്ത പച്ചമുളക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് പകർന്ന് വെക്കാമേ. ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർന്ന് വെക്കാം. ഇന്ന് നമുക്ക് തംബ്നെയിലിൻ്റെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണേ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം വേറൊരു വീഡിയോ ആയിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.